We shared the pieces of ourselves. It's perfect timing now. We fueled the flames, but we're still. ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു DIY നെക്ക് പീസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഓണത്തിന് ഒരുപാട് പേര് അത്യാവശ്യം ഓർണമെൻറ്റ്സ് ഒക്കെ വിയർ ചെയ്യുന്നവരാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാൽ അത്രയും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കാർഡ്ബോർഡ് പേപ്പർ മാത്രം മതിയാവും. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് കഷ്ണം ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു എന്തിൻ്റെങ്കിലും ഒരു ക്യാപ്പ്, എന്തിൻ്റെങ്കിലും ഒരു അടപ്പ്, കുപ്പിയുടെ എന്തെങ്കിലും അടപ്പ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനുള്ള റൗണ്ട് ഷേപ്പിലുള്ള അടപ്പുകൾ യൂസ് ചെയ്താലും മതി. ഞാൻ ഈ ഒരു ടോണറിൻ്റെ കുപ്പിയുടെ അടപ്പാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് അതിനകത്തോട്ടൊന്ന് പ്ലേസ് ചെയ്തിട്ടൊന്ന് റൗണ്ട് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കുറച്ചും കൂടി നല്ല ഷേപ്പിലൊക്കെ ഇരുന്നാൽ അത്രയും നന്നായിട്ട് നമുക്ക് ആ ഒരു നെക്ക് പീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു 7 എണ്ണം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പഴയ തുണിയാണ് വേണ്ടത്, നല്ല നീറ്റായിട്ടുള്ള ഒരു പഴയ തുണിയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു പ്ലെയിൻ ബ്ലൂ കളർ ഒരു കോട്ടൻ്റെ തുണിയാണ്. കോട്ടൺ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നന്നായിട്ട് വരിക. അതെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒരല്പം അതിൻ്റെ ആ ഒരു ഇതിൻ്റെ അളവിന് കുറച്ച് വെളിയിലോട്ട് നിർത്തിയിട്ട് 1 ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ടിൽ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ള് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു അളവിന് ആ ഒരു തുണി കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെൻസിൽ കൊണ്ട് തന്നെ അതിനകത്ത് ഇങ്ങനെ ഓരോരോ ലൈൻ അടയാളപ്പെടുത്തുക. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ ഇതേപോലെ ഒരു സെൻറ്റിമീറ്റർ വിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ ലൈൻസ് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈൻസ് എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വിടാം. എന്ന് വെച്ചാൽ ആ ഒരു അത്രയും ലൈൻസിൻ്റെ പകുതിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ അതിങ്ങനെ കിട്ടും. അപ്പോൾ ഞാനത് ഫുള്ളും റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും അത് കിട്ടുന്നത്. ഇനി നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൈഡ് ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിച്ച് ഒട്ടിക്കാൻ കഴിവതും നോക്കുക. അല്ലെങ്കിൽ ഈക്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞിട്ട് നമുക്കത് ഒട്ടിക്കാൻ പറ്റാതായി പോകും. ഞാൻ കാണിച്ച പോലെ തന്നെ അതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ ഒട്ടിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റിനും ആ ഒട്ടി കിട്ടും. അങ്ങനെ ഓരോരോ സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. വേഗം ഒട്ടും. നമുക്ക് ആ ഒരു കോട്ടൻ്റെ തുണി ആയതുകൊണ്ട് നല്ല വേഗത്തിൽ അത് ഒട്ടിക്കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ച് അതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഗുങ്കുരു ബീഡ്സ് ആണ്. നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 രൂപയാണ് ഈ ഒരു സ്ട്രിപ്പിന്, ഇതിന് വന്നിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം ആ ഒരു കാർഡ്ബോർഡ് ആ തുണിയും നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തയ്ച്ച് വെച്ച് കൊടുക്കാം. തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചി, ഒരു നൂല് എടുക്കുക. നൂല് വന്നിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ നീല കളറോ എടുത്താലും മതിയോ. എന്നിട്ട് ഒരു 7 എണ്ണം വീതം വെച്ച് ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് അതിങ്ങനെ കൊരുത്ത് തയ്ച്ച് വയ്ക്കാം. അപ്പോൾ ഞാനൊരു 3 സെക്ഷനാണ് അതേപോലെ തയ്ച്ച് വെച്ചിട്ടുള്ളത്. അത്രയും തന്നെ മതിയാകും. 3 4 നിങ്ങളുടെ ഇഷ്ടത്തിന്, അങ്ങനെ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ തയ്ച്ച് വയ്ക്കാം. ഞാനൊരു 3 സെക്ഷനാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് വേണം. അതെടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഗ്ലൂ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കെല്ലാം അതിനകത്തോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഗോതമ്പ് ബീഡ്സ് അതൊക്കെ യൂസ് ചെയ്യാം. ഗോതമ്പ് ബീഡ്സ് എടുത്തിട്ട് ഫുള്ളായിട്ട് അതിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ 7 എണ്ണത്തിനും അതേപോലെ ഒട്ടിച്ചത് അതേപോലെ വെച്ചിട്ടുണ്ട്.
ഒട്ടിച്ച് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതും തമ്മിൽ നല്ലോണം ഒന്ന് കൂട്ടി തയ്ച്ച് വയ്ക്കുക. ഓരോരോ റൗണ്ട്സും തമ്മിൽ ഇതുപോലെ നന്നായിട്ട് കൂട്ടി തയ്ച്ച് വയ്ക്കുക. തയ്ച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മൾ തുണികൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് തയ്ച്ച് നല്ല ടൈറ്റായിട്ട് വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനത് ഫുള്ളും തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തുണി എടുക്കുക. നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ക്യാപ്പ് ഉണ്ടാവില്ലേ, ആ ക്യാപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടും. അത് നമ്മുടെ ഈ ഒരു മാലയുടെ ചീത്ത വശത്ത് കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 7 എണ്ണം ഞാൻ അതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ജസ്റ്റ് ആ ഒരു കത്രിക കൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പശയുടെ ഒരു വൈറ്റ് കാസ്റ്റ് അത് ഉണങ്ങുന്ന സമയത്ത് അത് മാറിക്കോളും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മാല കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ 2 കമ്മലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ റൗണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ചെറിയ കാർഡ്ബോർഡ് വെട്ടിയിട്ട് അത് ചെയ്തത്. ഇനി ഇതിൻ്റെ ബാക്ക് വശം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ആ ബാക്കിൻ്റെ ആ ഒരു സംഭവമല്ലേ ആണിയിടുന്ന ആ ഒരു സംഭവം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയ പീസ് തുണി അതേപോലെ കണ്ടിച്ചെടുത്തിട്ട് അത് അതിനകത്തോട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക് വശം നന്നായി ഒട്ടിയിരിക്കുകയും ചെയ്യും. ഒരു നല്ല ചീത്തവശം മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കമ്മലും റെഡി ആയിട്ടുണ്ട്, ഇയറിങ്സും മാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ബാക്കിൽ ഉള്ള ആ ഒരു വയറുണ്ടാവില്ലേ, അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ചെയ്ത ഒരു ബാഡായിട്ടുള്ള ഒരു തെറ്റെന്ന് പറയുന്നത് ഇത് വെച്ചതിന് ശേഷമായിരിക്കണം അതിൻ്റെ ആ ഒരു ബാക്കിലുള്ള ആ ഒരു തുണി വെച്ച് ഒട്ടിക്കേണ്ട. ഞാനത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വെച്ച തുണി കുറച്ചൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഇത് വെച്ചിട്ട് തുന്നി കൊടുക്കുന്നത്. ഇങ്ങനെ 2 വശത്ത് നമ്മളത് വെച്ചിട്ട് തുന്നി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഇളക്കിയ ആ ഒരു തുണിയുടെ ഒരു ഭാഗം പശ കൊണ്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുമുണ്ട്. അത് കുഴപ്പമില്ല, അത് നമ്മൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.